ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആദ്യമായി ഇവിടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞു, നമ്മൾ ആദ്യമായി സ്പൈനൽ മസ്കുലർ അട്രോഫിക്ക് വേണ്ടി ഒരു ക്ലിനിക് ആരംഭിച്ചു. സർ, ഇതിൽ ഒരു 60 ലക്ഷം രൂപ മുതൽ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് രൂപ, 18 കോടി രൂപയുടെ മരുന്ന് എന്ന് പറയുമ്പോൾ അത് രാജ്യത്ത് ക്ലിനിക്കലി അംഗീകരിക്കപ്പെട്ട മരുന്നല്ല. പക്ഷേ അത് കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ഒരു ഗുണഫലം ലഭിക്കും എന്നുള്ളത് ആഗോളതലത്തിൽ അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് മരുന്ന് പുറത്തുനിന്ന് എത്തിച്ചു കൊടുക്കുന്ന ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളത് അറിഞ്ഞിട്ടുള്ളതാണ്. സർ, അതുകൊണ്ടാണ് സർക്കാർ ഇതിലൊരു പ്രധാനപ്പെട്ട ഇന്റർവെൻഷൻ നടത്തണമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ SIT തിരുവനന്തപുരം SIT നമ്മൾ സ്പൈനൽ മസ്കുലർ അട്രോഫിയുടെ ഒരു ക്ലിനിക് ആരംഭിച്ചു. നമ്മുടെ ലക്ഷ്യം ഈ SMA പോലെയുള്ള അപൂർവ രോഗങ്ങൾ ബാധിച്ച എല്ലാവർക്കും പരമാവധി ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചികിത്സാ ചെലവ് വഹിക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ല. അതുകൊണ്ടാണ് ഒരു പൊതുസമൂഹത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ അതിൽ ഉണ്ടായിട്ടുണ്ട്. ക്രൗഡ് ഫണ്ട് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് ഹൈക്കോടതിയിൽ നിന്ന് തന്നെയാണ് ആദ്യം ഒരു 5 ലക്ഷം രൂപ അതിലേക്ക് ആദ്യം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇട്ടത്. അതിനുശേഷം ഇപ്പോൾ ഈ പറഞ്ഞ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ലഭ്യമായിട്ടുള്ള തുകയുടെ ബാക്കി തുക അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഈ അവസരത്തിൽ എനിക്ക് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം, ഈ ഒരു സർക്കാരിന്റെ ഈ ഒരു ഫണ്ടിലേക്ക് റെയർ ഡിസീസസിന് വേണ്ടി, കാരണം രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 1ാം സ്ഥാനത്ത് നമ്മളാണുള്ളത് സൗജന്യ ചികിത്സ നൽകുന്നത്. 2700-ലധികം കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ നൽകിയിട്ടുള്ളത്. സർ, ഇത് ഒരു പൊതുസമൂഹത്തിന്റെ ഒരു വലിയ ഇടപെടൽ ഇതിലേക്ക് ഉണ്ടാകണമെന്നും ഇതിൽ അനിവാര്യരായിട്ടുള്ള ആളുകൾക്ക് ഇത് നൽകണമെന്നുള്ളതുമാണ്. ബഹുമാനപ്പെട്ട MLA ഇവിടെ ചോദിച്ചു എത്ര പേർ ഉണ്ട് എന്നുള്ളതിന് ഒരു കണക്കുണ്ടോ എന്നുള്ളത്. ഇപ്പൊ സർക്കാർ ഇതില് പത്രങ്ങൾ വഴി പരസ്യം ചെയ്തുകൊണ്ട് ഇതിന്റെ ഒരു അപേക്ഷ ക്ഷണിച്ചിരുന്നു. എത്ര പേർ ഈ ചികിത്സ ആവശ്യമുണ്ട് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ ക്ഷണിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 200-ൽ പരം 216ഓളം അപേക്ഷകളാണ് സംസ്ഥാന സർക്കാർ, ഞാനതിന് കൃത്യമായിട്ടുള്ള കണക്ക് പറയാം സർ, SMA അസുഖവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ പരസ്യത്തിന്റെ ഫലമായി ഇന്നത്തെ കണക്കനുസരിച്ച് 176 SMA രോഗബാധിതരിൽ നിന്നാണ് അപേക്ഷ ലഭിച്ചത്. ഈ അപേക്ഷകൾ ഉൾപ്പെടെ മറ്റ് രീതികളിലും, അതായത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നവരും അല്ലെ നമുക്ക് അറിയുന്നവരും ആയിട്ടോ അല്ലെ ഫീൽഡ് ഹെൽത്ത് വർക്കേഴ്സ് കണ്ടെത്തിയിട്ടുള്ളവരുമായിട്ട് അങ്ങനെ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ള 216 SMA രോഗികളുടെ ലിസ്റ്റിൽ നിന്ന് 212 പേരെ ക്ലിനിക്കൽ പരിശോധനയ്ക്കായിട്ട് ആദ്യഘട്ടം നമ്മൾ വിളിച്ചിരുന്നു. സർ, തിരുവനന്തപുരം SIT ആശുപത്രിയിൽ സർക്കാർ തലത്തിൽ ഈ ക്ലിനിക്ക് ആരംഭിച്ച് വിവിധ ചികിത്സാ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ച് രൂപീകരിച്ചിട്ടുണ്ട്. സർ, അതിലൊരു നല്ല കാര്യമുള്ളത്, നമ്മുടെ രാജ്യത്ത് 10 ആശുപത്രികളാണ് സെന്റർ ഓഫ് എക്സലൻസ്, മികവിന്റെ കേന്ദ്രങ്ങളായിട്ട് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ളത്, അപൂർവ രോഗങ്ങളുടെ മികവിന്റെ കേന്ദ്രമായി. അതിൽ കഴിഞ്ഞ വർഷം തിരുവനന്തപുരം SITയെ അപൂർവ രോഗങ്ങളുടെ മികവിന്റെ കേന്ദ്രമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. സർ, അതിന്റെ ഒരു ഗുണം അതിലൂടെ ഇപ്പൊ 50 ലക്ഷം രൂപയാണെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫണ്ട് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതുകൂടാതെ സർ, ഇതിൽ മറ്റു ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഒന്ന്, ജനിതക പരിശോധനകൾക്ക് സർക്കാർ വലിയ രീതിയിലുള്ള ചെലവാണ് ഉണ്ടാകുന്നത്. പരിശോധന പുറത്ത് നടത്തേണ്ടി വരുമ്പോൾ നമ്മൾ ജനറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചുകൊണ്ട് ഇത് സർക്കാർ മേഖലയിൽ ഈ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് പൂർണ്ണതോതിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയും. കുട്ടികളുടെ രോഗനിർണയത്തിനായും ഗർഭാവസ്ഥയിൽ തന്നെ, അതാണ് വളരെ പ്രധാനപ്പെട്ടത്, രോഗം കണ്ടെത്തുന്നതിനുമുള്ള ജനറ്റിക്സ് ടെസ്റ്റുകൾ ചെയ്യുന്നതിനുള്ള സൗകര്യം തിരുവനന്തപുരത്ത് CDCയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. നിലവിലുള്ള ലഭ്യമായിട്ടുള്ള നമ്മുടെ കണക്കനുസരിച്ച് കൂടുതൽ ബുദ്ധിമുട്ടുകൾ തടയുന്നതിനും സ്ഥിരമായ വൈകല്യത്തിന് കാരണമാകുന്നതിനും SMA ഉള്ള കുട്ടികളെ പ്രാരംഭഘട്ടത്തിൽ ചികിത്സിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സർ, ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഒരു കാര്യമുണ്ട് സർ, നമ്മളിപ്പോൾ SMA ബാധിച്ച കുഞ്ഞുങ്ങളുടേതാണ്, 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ, അവരിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചത്. ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലും കോഴിക്കോടും, കാരണം കേരളത്തിൽ 3 ഇടങ്ങളിൽ, കോഴിക്കോടും മലബാർ മേഖലയിൽ നിന്നൊക്കെ ഇവിടെ SITയിലേക്ക് എപ്പോഴും വരിക എന്നുള്ളത് സാധ്യമല്ല. അപ്പൊ അങ്ങനെ രജിസ്റ്റർ ചെയ്ത കുഞ്ഞുങ്ങൾക്ക് ക്ലിനിക്കൽ പരിശോധനയ്ക്ക് ശേഷം അവർക്ക് സൗജന്യമായിട്ട് മരുന്ന് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. സർ, ഇതിന്റെ തുടർച്ചയായി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു 14 വയസ്സുള്ള ഒരു മോളെ വിളിച്ചിരുന്നു, സിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന്. അതായത് SMA ബാധിച്ച് നട്ടല് നിവർത്തുന്ന ഒരു ശസ്ത്രക്രിയ മോൾക്ക് ആവശ്യമായിരുന്നു. അപ്പൊ ഇവിടെ ശസ്ത്രക്രിയ വിജയകരമായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവൾ ജന്മസ്ഥലത്തേക്ക് അവളുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. സർ, ഈ കാര്യം കൂടെ പറഞ്ഞിട്ടില്ല, ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ ആ മോൾ എന്നോട് ആദ്യം പറഞ്ഞ കാര്യം, സന്തോഷത്തോടെ പറഞ്ഞത്, എനിക്ക് ഇത്തവണ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ കാറിന്റെ ചില്ലിലൂടെ പുറത്ത് പുഴയും റോഡും ഒക്കെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം സാർ. അത് ആ രീതിയിൽ ആ ശസ്ത്രക്രിയ ആദ്യമായിട്ട് സംസ്ഥാനത്ത്
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്മൾ ആരംഭിച്ചു. അത് സൗജന്യമായിട്ട് ആരോഗ്യ കിരണം പദ്ധതി വഴിയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. സർ, ഇതില് അപൂർവ രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് മുകളിലുള്ളവരുടെ കാര്യം പറഞ്ഞു. അപ്പൊ എല്ലാവരുടെയും അപൂർവ രോഗങ്ങൾ ബാധിച്ച എല്ലാവരുടെയും ഒരു സർവേ എടുക്കുന്നത് എത്ര പേർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്, ഏതാണ്ട് 400ഓളം പേർ നമുക്ക് ഇപ്പോൾ നിലവിൽ സർക്കാരിന്റെ കണക്കുകൾ അനുസരിച്ചുണ്ട്. പക്ഷേ ഒരു സർവേ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് എത്ര പേരുണ്ട്, ഏതൊക്കെ രോഗങ്ങൾ ബാധിച്ചവർ എന്ന നിലയിൽ അതിനു വേണ്ടിയിട്ടുള്ള സെപ്റ്റംബർ മാസത്തിൽ അതിന്റെ പ്രവർത്തനവും ആരംഭിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മെമ്പർക്ക് ചോദ്യം ചോദിക്കാം. സർ, മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് നടപ്പിലാക്കി വരുന്ന ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോം കേരളത്തിൽ രൂപീകരിക്കുമോ? അതോ കേരളം തനതായ രീതിയിൽ ഫണ്ട് കണ്ടെത്തി ഈ രോഗികളുടെ തുടർ ചികിത്സ ആക്കുകയാണോ സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യം? അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിച്ചു, ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 42 ആൾക്കാർക്കുള്ള ചികിത്സയാണ് ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള മിനിസ്റ്റർ തന്നെ പറഞ്ഞു 200 ചില്ലാനം കുട്ടികൾ ഉണ്ടെന്ന്. അവരുടെ കാര്യത്തിൽ എന്താണ് സർക്കാരിന്റെ നിലപാട്? സർ, ഇവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഈ സ്കീമിലൂടെ അതായത് നൽകണം എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ ഇന്റർവെൻഷനുമുണ്ട്. അപ്പം നമുക്കൊരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പൊതുസമൂഹം കൂടി ഈ ഒരു ഫണ്ടിലേക്ക് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലൊരു അക്കൗണ്ട് നമുക്കുണ്ട്, അതിലേക്ക് നൽകുന്ന തുക ഇതിന് വിനിയോഗിക്കാം എന്നുള്ളത്. കാരണം വലിയ കോടികൾ ആവശ്യമായിട്ടുള്ള ഒരാൾക്ക് തന്നെ കോടിക്കണക്കിന് രൂപ, ഒരു വർഷം 1.5 കോടിയിലധികം തുക ആവശ്യമുള്ള കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ആ രീതിയിൽ അതിലേക്ക് ഫണ്ട് സമാഹരിച്ചുകൊണ്ട് അപൂർവ രോഗബാധിതരായിട്ടുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ് സർക്കാർ കാണുന്നത്. അതിന് നമുക്ക് ഒന്നായിട്ട് പരിശ്രമിക്കാം.